ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൈറോയിലെ നാഷണൽ മ്യൂസിയത്തിലാണ്. ഇന്ന് നിങ്ങൾക്ക് പിരമിഡിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ യാതൊരു വിധത്തിലുള്ള പുരാവസ്തുക്കളോ മമ്മിയോ ഒന്നും കാണാൻ സാധിക്കുകയില്ല. അതെല്ലാം ഈജിപ്ഷ്യൻ സർക്കാർ പല പല മ്യൂസിയങ്ങളിലായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പല പല പിരമിഡുകളും ആർക്കിയോളജിക്കൽ സൈറ്റുകളും എല്ലാം എക്സ്കവേറ്റ് ചെയ്ത് സർക്കാർ അതെല്ലാം ശേഖരിച്ച് മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ രാജാവിൻ്റെ മുഖം കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള പ്രതിമകളുണ്ട്. രാജാവിൻ്റെ ബോഡി അടക്കം ചെയ്തിട്ടുള്ള ഫറോവമാരുടെ ബോഡി അടക്കം ചെയ്തിട്ടുള്ള ഒട്ടനവധി ശവപ്പെട്ടികളുണ്ട്. മാത്രമല്ല രാജാവിൻ്റെ തലയും സിംഹത്തിൻ്റെ രൂപവുമുള്ള പ്രതിമകൾ, കൽപ്രതിമകളുണ്ട്. ഈ കാണുന്നത് ഫിനിക്സ് എന്നാണ് പറയുന്നത്. ഗിസയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഫിനിക്സ് കാണാൻ പറ്റും. പണ്ട് കാലത്ത് ഈജിപ്ഷ്യൻ ജനത ഉപയോഗിച്ചിരുന്ന കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അടുത്ത് നമ്മൾ കാണുന്നത് ഒരു രാജസേവകൻ്റെ പ്രതിമയാണ്. ഒരു പിരമിഡ് എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടിയ ഈ പ്രതിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രതിമയുടെ തോളിൽ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ട്. ബക്കിൾ ഉൾപ്പെടെയുള്ള ബാഗാണ്. ഇതാണ് പുതിയ കാലത്തെ ബാഗുകളുടെ ഡിസൈന് പ്രചോദനമായത് എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ കാണുന്നത് ഈജിപ്ഷ്യൻ അമ്പലത്തിലെ മുഖ്യ പുരോഹിതൻ്റെ പ്രതിമയാണ്. മറ്റുള്ള രാജാക്കന്മാരുടെ, ഫറോവമാരുടെയൊക്കെ ശില്പങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പൂർണ്ണമായും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ണുകൾക്ക് വളരെ ജീവനുള്ളതുപോലെ തോന്നും. വളരെ തീക്ഷ്ണമായി നമ്മളെ നോക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. റോക്ക് ക്രിസ്റ്റലും കാൽസൈറ്റും ഒക്കെ ചേർത്താണ് ഈ കണ്ണുകൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിനി മമ്മികളുടെ കാഴ്ചയിലേക്ക് തിരിച്ചു വരാം. ഈ കാണുന്നത് വളരെയധികം ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കൊച്ച് ശവപ്പെട്ടിയാണ്. ഏതെങ്കിലും രാജകുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ ഇതുപോലെ വെറൈറ്റി ശവക്കല്ലറകളിലും ശവപ്പെട്ടികളിലുമാണ് അവർ അടക്കം ചെയ്തിരുന്നത്. അടുത്ത് നമ്മൾ കാണുന്നത് തടിയിൽ സ്വർണം പൂശിയിട്ടുള്ള ഒരു ശവക്കല്ലറയും അതിൻ്റെ അകത്ത് ഇപ്പോഴും കേടുകൂടാതിരിക്കുന്ന ഒരു മമ്മിഫൈഡ് ബോഡിയുമാണ്. മമ്മിയെ കണ്ടിട്ടില്ലാത്തവർ കൺകുളിർക്ക് കണ്ടുകൊള്ളുക. ഇങ്ങനെയാണ് മമ്മി ഇരിക്കുന്നത്. പുരാതന ഈജിപ്തുകാർ പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നു. രാജകുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമോ രാജാവോ തന്നെയോ മരിക്കുമ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ശരീരം മമ്മിഫൈ ചെയ്ത് ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു. ഔഷധങ്ങൾ മുക്കിയ മസ്ലിൻ തുണികൾ ബോഡിയിൽ ചുറ്റി, ബോഡിയുടെ ഇന്റേണൽ പാർട്സ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ബോഡിയിൽ ചുറ്റി രാജാവിന് ആവശ്യമുള്ള ഭക്ഷണവും സ്വർണവും ഒക്കെ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്നു. മാത്രമല്ല ദുഷ്ടശക്തികളെ അകറ്റി നിർത്താനുള്ള പ്രയേഴ്സും പെട്ടികളുടെ സൈഡിൽ അവർ എഴുതി വച്ചിരുന്നു. പിരമിഡുകൾക്കുള്ളിൽ മമ്മിയെ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയുമായിട്ട് ആരും ഈജിപ്തിലേക്ക് വരരുത്. അതെല്ലാം ഇപ്പോൾ മ്യൂസിയംസിലാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു ലൈബ്രറിയിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് സൈഡിലെ ഷെൽഫുകളിലും മമ്മീസിനെ അടുക്കി വെച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല, കാരണം ഇതൊരു വലിയ മ്യൂസിയമാണ്. ഇനിയും കാഴ്ചകൾ ധാരാളമുണ്ട്. നമുക്ക് വഴിയെ കാണാം.